ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് സ്വിങ്, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ജാവ പ്രോഗ്രാമിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വിങ് ക്ലാസ്സും അതിനുള്ളിലെ മെത്തേഡ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാബിൽ അതിൻ്റെ ചെറിയൊരു സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കിയിരുന്നു. അതിലെങ്ങനെയാണ് വിൻഡോസ് ഒരു വിൻഡോ എങ്ങനെ ഡിഫൈൻ ചെയ്യും അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു ജാവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അൺചെക്ക് ചെയ്യുക, അത് പ്രധാനമാണ്. അങ്ങനെ അൺചെക്ക് ചെയ്ത് നമ്മളൊരു ഫ്രെയിം എടുക്കും എന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ നമ്മൾ ലാബ് എക്സാം ബേസിൽ പഠിക്കുമ്പോൾ നെറ്റ് ബീൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ജാവ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കോഡ് ഡയറക്റ്റ് ടൈപ്പ് ചെയ്തല്ല, സോഴ്സ് കോഡ് ടൈപ്പ് ചെയ്തല്ല, അതിന് പകരം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് മെത്തേഡിലാണ് നമ്മൾ ഓരോ കമ്പോണൻസും നമ്മുടെ വിൻഡോയിൽ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ നെറ്റ് ബീൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സാമ്പിളായിട്ട് നമ്മുടെ ലിനക്സിൽ കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് കോഡ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്താണ് ജാവ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് കോഡ് ബേസിൽ ചെയ്യുമ്പോൾ എങ്ങനെ ഈ കൺസെപ്റ്റ് ഓരോന്നും ക്ലാസ്സിൻ്റെ എന്തൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് തിയറി ബേസിൽ നോക്കാം. നെറ്റ് ബീൻസിൽ നമ്മൾ ചെയ്യുമ്പം ഇതിൽ കുറേ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ആൻഡ് ഡ്രാഗിൽ കൺട്രോൾസൊക്കെ നമുക്ക് നമ്മുടെ വിൻഡോസിൽ പ്ലേസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗിൽ പോസിബിളാണ്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ തിയറി പാർട്ട് നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തത് പ്ലേസ് ചെയ്യുമ്പം ബാക്ക് എൻഡിൽ നമ്മൾ ഡിസൈന് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞ് 2 പാർട്ട് കണ്ടിരുന്നു. അപ്പോൾ ആ ഡിസൈൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ സോഴ്സ് കോഡിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ കോഡ് എന്താണെന്നുള്ളത് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ AWT എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്ലാസ് സ്വിങ് ക്ലാസ്സാണ്. സ്വിങ് ക്ലാസ്സിനകത്തെ എല്ലാ മെത്തേഡ്സിനെയും എല്ലാ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ java.swing.star എന്ന് കൊടുത്തു. .star എന്ന് പറയുമ്പം എല്ലാ മെത്തേഡ്സും ഇവിടെ അവൈലബിൾ ആയിക്കോളും. ദെൻ നമ്മൾ മെയിൻ ക്ലാസ്സിനകത്ത് ഒരു ഫ്രെയിം, അതായത് ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ നെറ്റ് ബീൻസ് എടുത്തപ്പോൾ എന്താ ചെയ്തത്,